തന്നെ കറിയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് മുതിരയാണ് വെച്ചത് കേട്ടോ കുക്കറിൽ. പിന്നെ ഇന്നലെ തലേദിവസം ഞാൻ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറാണ്. ചോറ് തലേദിവസം ഞാൻ വെക്കാറുണ്ട്. ഇഡ്ഡലി തട്ടിൽ ചോറാണ് ഇരിക്കുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് തലേദിവസം നമ്മൾ വെച്ച് പിറ്റേ ദിവസത്തേക്ക് നന്നായി നമുക്ക് കഴുകിയിട്ട് ഇഡ്ഡലി തട്ടിൽ ഇട്ട് ആവി കയറ്റാം. നല്ലതായിരിക്കും. ഒന്ന് ചേർന്ന് നോക്കുന്നുണ്ട്. പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ്. ഒരാൾ ആ അറ്റത്തിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ ചെറുത് എഴുന്നേൽക്കുമ്പോഴേക്കും എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആവിയൊക്കെ ആയി. ഇനി ഞാൻ തുറന്നു കണ്ടോ നന്നായി ചൂട് കയറിയിട്ടുണ്ട്. ഇത് കേടൊന്നും ആവില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്കപ്പോൾ എളുപ്പപ്പണിയാണ്. ഊറ്റി വേറെ മാറ്റമൊന്നും വേണ്ട. നന്നായി വെള്ളമൊക്കെ നന്നായി വാർന്ന് കിട്ടും. നല്ല ഫ്രഷായിട്ട് നല്ല ചൂടോട് കൂടി കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതായത് ഞാൻ കുറച്ച് അലക്കണം. ഉണ്ണി എഴുന്നേൽക്കുമ്പോഴേക്കും അലക്കിയ തുണികളൊക്കെ ഞാൻ ബക്കറ്റിലാക്കി വെച്ചേക്കാം. കാരണം കാലാവസ്ഥ എപ്പോഴാണ് മാറാമെന്ന് അറിയില്ല. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ട് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് തുണികൾ വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ബക്കറ്റിൽ വെച്ചേക്കാണ്. അപ്പോഴേക്കും ചേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആൾ ട്രെയിനാണ് പോണേ. ആൾക്ക് എറണാകുളത്താണ് വർക്ക്. അപ്പോൾ ഇപ്പോൾ തൊട്ട് ആൾക്ക് ഒരാഴ്ച ഇത്തിരി നേരം വൈകിട്ട് പോയാൽ മതി. അതുകൊണ്ട് എനിക്ക് 6 മണിക്ക് എഴുന്നേറ്റാൽ മതി. അല്ലെങ്കിൽ 4:30 പോകണം. കാരണം ആൾക്ക് 5:45 ട്രെയിൻ. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ആൾക്ക് ഇത്തിരി നേരം വൈകി പോയാൽ മതി. അപ്പോൾ ആൾ പോവാണ്. അപ്പോൾ ആൾ ബൈക്ക് അവിടെ വെച്ചിട്ട് പിന്നെ ട്രെയിൻ കയറി പോവും. റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് വയ്ക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഇനി ചെറുത് എഴുന്നേറ്റു. അപ്പോൾ പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ച് ഈശോയെ ഒരു ഉമ്മൊക്കെ കൊടുത്ത് ആൾക്ക് ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആൾ അലമ്പിലാണ്. ഇതേപ്പം ഇനി കരഞ്ഞു കൊടുങ്ങും ആൾ. ഇനിയിപ്പോൾ മുതിരയൊക്കെ കാച്ചണം. പിന്നെ അതുപോലെ ചായ വെക്കണം. അപ്പോൾ കുട്ടികൾക്ക് പാൽച്ചായ ഞാൻ പറഞ്ഞല്ലോ, മോൾക്ക് പാൽച്ചായ നിർബന്ധമാണ്. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ. മോൾക്ക് പാൽച്ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ ഇവിടെ ചേട്ടൻ്റെ മോൻ വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ മോനിപ്പോൾ അവൻ്റെ അമ്മേരെ വീട്ടിൽ നിന്നാണ് വരുന്നത് ഇവിടെ ട്യൂഷനായിട്ട്. കാരണം ഇവിടെ തറവാട്ടിൽ ആരും ഇല്ല. ചേട്ടൻ ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ ഇവിടെ ചേട്ടൻ്റെ മമ്മിയുടെ അമ്മയ്ക്ക് വയ്യാണ്ട് അവിടെയാണ്. അപ്പോൾ തറവാട് ആകെ പൂട്ടി കിടക്കാണ്. അപ്പോൾ പിള്ളേർ ട്യൂഷനായിട്ട് വരുന്നതാണ് കേട്ടോ കാലത്ത്. അപ്പോൾ അവർ വരുമ്പോൾ ഇങ്ങോട്ട് വരും. കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ചായയൊക്കെ ചായയൊക്കെ ഊറ്റി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ മുതിര കാച്ചാനാണ് പോണേ. അപ്പോൾ അതിന് ചുവന്നുള്ളി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയാണ് ഇവിടെ മുതിര കാച്ചാനായിട്ട് ചുവന്നുള്ളിയൊക്കെ എടുത്ത് കൊണ്ട് കളയാണ് കേട്ടോ. അവിടെ ഉണ്ണി കിടന്ന് നല്ല വാശിയാണ്. കാരണം അവളെ ഞാൻ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതവിടെ ചേട്ടനും ചേച്ചിമാരൊക്കെ വന്ന് മാറിയെടുത്തിട്ടും ആള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആളിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തിരക്ക് കൂട്ടി ചുവന്നുള്ളിയൊക്കെ നന്നാക്കാണ്. കാരണം കുട്ടികൾക്ക് ഇത്തിരി നേരം വെയിറ്റാണ് വണ്ടി വരാൻ. എന്നാലും നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടല്ലോ, അതനുസരിച്ച് പോകണമെങ്കിൽ സമയം നിൽക്കില്ലല്ലോ. നമ്മൾ വേഗം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനത് വേഗം ധൃതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുതിര വെറുതെ കാച്ച വേണ്ടു. പിന്നെ മീൻകറി ഒന്നും അവർ സ്കൂളിലേക്ക് കൊണ്ടുപോകില്ല. അവർ അതുപോലെ ഉപ്പേരികളൊക്കെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ താല്പര്യമില്ല. ഇഷ്ടമാണ്, പക്ഷേ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് വലിയ ഇഷ്ടമൊന്നും പറയാറില്ല. അവർക്ക് ഉപ്പേരികളാണ് കൂടുതൽ ഇഷ്ടം കൊണ്ടുപോകാനായിട്ട്. അപ്പം പിന്നെ വേപ്പില വീട്ടിലുണ്ട്. എന്നാലും ഞാൻ പൊട്ടിച്ച് ഒരു ബോക്സിലാക്കി വെക്കും കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഇലകളൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ നോക്കി നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് കാണാം കേട്ടോ. ഞാൻ ബോക്സിൽ നിന്ന് എടുത്തത് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒരാഴ്ചയൊക്കെ ആയിട്ടോ ഞാൻ പൊട്ടിച്ച് വെക്കുന്നത്. പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലും അത് പൊട്ടിക്കാനായിട്ട് പോകണ്ടേ. അപ്പോൾ ഞാൻ വേഗം ബോക്സിലാക്കി വെക്കും. പിന്നെ ഉണ്ണികൾക്ക് കുളിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഒരാൾ അടുക്കളയ്ക്ക് വന്ന് ഭയങ്കര കരച്ചിലായി എടുക്കാൻ പറഞ്ഞിട്ട്. പിന്നെ അവിടെ എന്തോ കണ്ടപ്പോൾ ആളത് അത് തട്ടിയിട്ടു. എടുക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ വീണ്ടും പോയി ചേച്ചി വന്നിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ കൂട്ടാൻ കാച്ചാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തോട്ടോ. അത് നന്നായി മൂക്കണ വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ അതിനിടയ്ക്ക് ഉണ്ണി വന്നും പോയി ഇരിക്കുന്നുണ്ട്. കാരണം അവൾ എഴുന്നേറ്റ് തന്നെ നല്ലൊരു മൂഡിലല്ലായിരുന്നു. അവൾ നല്ല വാശിയില്ലായിരുന്നു എഴുന്നേറ്റ്. അപ്പോൾ പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ എടുക്കണം അവളെ. അപ്പോൾ എടുത്ത് പിന്നെ ഞാൻ നിലത്ത് വെച്ച് അങ്ങനെ. പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ പിള്ളേർ ട്യൂഷന് വേണ്ടി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവരാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അവളെ. അപ്പോൾ അവർ പോണവരെ നമുക്ക് കുഴപ്പമില്ല. എന്നാലും ഇങ്ങനെ വാശി പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇവിടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമാണ് ഉപയോഗിക്കാറ്. കാച്ചാൻ അങ്ങനെയാണ് ഇവിടെ കുത്തി കാച്ചാന്നാണ് പറയുക തൃശ്ശൂരുകാർ. അപ്പം മുതിര കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതൊന്നൊന്ന് മൂക്കണം. മൂക്കണം വരെ ഒന്ന് ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് അതിന് നന്നായി മൂത്ത് ഒരു മണം വരല്ലോ. അപ്പോൾ അതിലേക്ക് മുതിര വേവിച്ച് മാറ്റി വെച്ച മുതിര ഇട്ട് കൊടുക്കണം. എല്ലാവർക്കും അറിയണ പോലെയൊക്കെ തന്നെ ഞാൻ പറഞ്ഞെന്ന് മാത്രം.
ഇതിൽ ഞാൻ മുതിര ഇട്ടപ്പോൾ ഒരു ഭാഗം എൻ്റെ മിസ്സായി പോയി. അപ്പോൾ ഞാൻ മുതിരയൊക്കെ ഇട്ട് അത് കാച്ചി അവിടെ വെച്ചോട്ടോ. ഇനി പിന്നെ ഇതേ മോളുടെ ചോറും പാത്രമാണ്. മോൻ ഇന്ന് പോണില്ല, അവന് ചെറുതായിട്ട് തൊണ്ടവേദനയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു എന്നാൽ നീ പോകണ്ട. പക്ഷേ മോൾക്ക് ആദ്യമൊക്കെ മടിയായിരുന്നു കേട്ടോ അവനില്ലെങ്കിൽ. പക്ഷേ ഇപ്പോൾ അവൾക്ക് മടിയൊന്നുമില്ല. പിന്നെ അവൾക്ക് ഇന്ന് കുറച്ച് മത്സരങ്ങൾ അവർക്ക് സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇന്ന് ആക്ഷൻ സോങ് ഉണ്ട്. അപ്പോൾ അവൾ അതൊക്കെ പഠിച്ചു വെച്ച കാരണം ആൾക്ക് പോകാൻ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇതേ മുതിരയൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. മുതിര അങ്ങനെയൊക്കെ വെച്ചു. അവളുടെ ബോക്സൊക്കെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി. അപ്പോൾ അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി. അപ്പോൾ അവളവിടെ കുളിക്കാൻ പോയിട്ടുണ്ട്. തന്നെ കുളിച്ചോളൂ കേട്ടോ. കാലത്ത് തന്നെയൊക്കെ കുളിയൊക്കെ കഴിയും. അപ്പോൾ അതേ വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനേക്കാളും ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. സ്കൂളിലേക്ക് പോകല്ലേ, അപ്പോൾ പ്രാർത്ഥനയൊക്കെ. അപ്പോൾ മോനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ മാതാവിന് ഈശോനെയൊക്കെ തൊട്ടുമുത്തി പിന്നെ എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ടാണ് പോവുക. അതങ്ങനെ ഒരു ശീലമാണ്. അപ്പോൾ എനിക്കും അത് എന്താ പറയുക, നമുക്ക് എന്നും ചെയ്യണ ഒരു ശീലം അത് മാറ്റാൻ പറ്റില്ലല്ലോ. അത് ഉമ്മ തന്നില്ലെങ്കിൽ അവൾക്കും വിഷമാണ്, അവർക്കും വിഷമാണ്. അവൾക്കതല്ല, അവർക്ക് രണ്ടുപേർക്കും വിഷമാണ്, എനിക്കും വിഷമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ വണ്ടി കയറ്റാൻ വേണ്ടി വന്നു. അപ്പോൾ തറവാട്ടിലേക്കാണ് കേട്ടോ വണ്ടി വരിക. അപ്പോൾ തന്നെ തറവാട്ടിൽ ആരൊന്നും ഇല്ല, ഞാൻ പറഞ്ഞല്ലോ അവിടെ ആരും ഇല്ല, വീട് പൂട്ടി കിടക്കാണ്. അപ്പോൾ വണ്ടി കയറാനുള്ള വെയിറ്റിങ്ങിലാണ് മോളിരിക്കണേ. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. മോളിതേ അവളുടെ തലയത്തെ സ്ലൈഡിന് വേണ്ടി കരയാണ്.